നാം ഇന്ന് പറയാൻ പോകുന്നത് പെരുന്നാൾ ദിവസം നാം ശ്രദ്ധിക്കേണ്ട, നഷ്ടപ്പെടുത്തി കളയാതിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങൾ. അവ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസം നാം നഷ്ടപ്പെടുത്തി കളയാതിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഇവ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. പെരുന്നാൾ ദിവസം പലപ്പോഴും നാം അതൊന്നും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോ പെരുന്നാളിന്റെ തിരക്കിലും മറ്റുമായിട്ട് അതൊക്കെ അങ്ങ് നഷ്ടപ്പെടുത്തി കളയാറാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് ധൃതിയിൽ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പെരുന്നാളിന്റെ കുളി തന്നെയാണ്. പെരുന്നാൾക്ക് നാം കുളിക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. പെരുന്നാൾക്ക് എല്ലാവരും കുളിക്കും, കുളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പള്ളിയിൽ പോകുമ്പോഴും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴൊക്കെ എന്താവും, കുളിക്കാറുണ്ട്. പക്ഷേ അവിടെ എന്താവും, നിയ്യത്തിന് നമ്മൾ ചിലപ്പോൾ കരുതാറില്ല. അത് നമ്മുടെ ആ കുളിയുടെ ശ്രേഷ്ഠത, ആ പെരുന്നാൾ കുളിയുടെ ആ പ്രതിഫലം നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമാണ്. നിയ്യത്ത് എന്താണ്? നിർബന്ധമാണ്. അത് പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കണം. നിയ്യത്തിന്റെ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതലാണ് നിർബന്ധം, നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തേ ഉള്ളൂ എന്ന്. അപ്പോൾ പെരുന്നാളിന്റെ കുളി കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഇത് പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതായത് ബലിപെരുന്നാൾക്കാണ് കുളിക്കുന്നതെങ്കിൽ ബലിപെരുന്നാളിന്റെ സുന്നത്തായ കുളി നാം കുളിക്കുന്നു എന്ന് എന്ത് ചെയ്യുക, നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുക. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നഖവും ഗുഹ്യരോമങ്ങളും നീക്കലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ആ പെരുന്നാളിന്റെ ദിവസം എന്ത് ചെയ്യുക, രാവിലെയൊക്കെ ആയിട്ട് പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നഖവും ഗുഹ്യരോമങ്ങളൊക്കെ നീക്കി വൃത്തിയാവുക. അത് സുന്നത്താണ്. അതുപോലെ തന്നെ മുടിയും താടിയൊക്കെ വെട്ടി ഒതുക്കി വൃത്തിയാക്കൽ, അതും സുന്നത്തായ പ്രതിഫലാർഹമായ കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് എന്ത് ചെയ്യുക, പുതിയ വസ്ത്രം ധരിക്കലാണ്. പെരുന്നാൾക്ക് എന്ത് ചെയ്യണം, പുതുവസ്ത്രം ധരിക്കണം. അത് വലിയ സുന്നത്താണ്. ഒരാളുടെ കയ്യിൽ വെള്ള വസ്ത്രവുമുണ്ട്, ഒരു പുതിയ കളർ വസ്ത്രവുമുണ്ട്. അപ്പൊ ഏതാണ് ധരിക്കേണ്ടത്? ഏറ്റവും പുതിയത് ഏതാണോ അതാണ് ധരിക്കേണ്ടത്. കളർ വസ്ത്രമാണെങ്കിലും വെള്ള വസ്ത്രമാണെങ്കിലും ശരി, ഏറ്റവും പുതിയ വസ്ത്രം ഏതാണോ അതെന്ത് ചെയ്യുക, ധരിക്കുക. അതാണ് പ്രധാനപ്പെട്ട സുന്നത്തായിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ ഒരു വസ്ത്രവും പെരുന്നാൾക്ക് ധരിക്കാൻ ഒരു വസ്ത്രവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പുതിയ വസ്ത്രം ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് സുഗന്ധം ഉപയോഗിക്കലാണ്. സുഗന്ധം ഉപയോഗിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. സുഗന്ധത്തിന് വേണ്ടി എത്ര പണം ചെലവഴിച്ചാലും അതിൽ ചോദ്യം ഉണ്ടാവുകയില്ല എന്നാണ്. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു സുഗന്ധമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സുഗന്ധം നമുക്ക് എന്താവും, നമുക്ക് ഉന്മേഷം കിട്ടാനും മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാന്മാര് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, എന്ത് സുഗന്ധം നമുക്ക് ഉന്മേഷം കിട്ടാനും നമ്മുടെ ബുദ്ധി വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് പൈശാചികമായ ഷർറുകൾ അകന്നു പോകാനൊക്കെ അത് കാരണമാകും. പിശാചിന് എപ്പോഴും ഇഷ്ടം ദുർഗന്ധമാണ്. ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ, വിയർപ്പിന്റെയും മറ്റുമൊക്കെ ദുർഗന്ധം ഉണ്ടാകുമ്പോൾ പിശാച് ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സുഗന്ധം, നല്ല വില കൂടിയ, നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് നല്ല സുഗന്ധം വാങ്ങിയിട്ട് നമ്മുടെ വസ്ത്രത്തിലൊക്കെ പുരട്ടുക. അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ബലി പെരുന്നാൾ നിസ്കാരം. പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരം, നാളെ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ബലി പെരുന്നാൾ നിസ്കാരം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആണും പെണ്ണും ഒക്കെ എന്ത് ചെയ്യണം, ബലി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. ബലി പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെടുത്ത് കാണുക. അതിൽ വിശദമായിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് ബലി പെരുന്നാൾ നിസ്കാരം ആരും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തക്ബീർ ചൊല്ലുക എന്നത്. തക്ബീർ രണ്ട് രീതിയിലാണ്. ഒന്ന് മുത്തലക്കായ തക്ബീറും മറ്റൊന്ന് മുഖയ്യദായ തക്ബീറും. ഈ മുത്തലക്കായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ മാസത്തിന്റെ പിറ കണ്ടത് മുതൽ
അന്നത്തെ പെരുന്നാൾ നിസ്കാരം വരെയുള്ള ആ സമയത്ത് സദാസമയം തക്ബീർ ചെല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് 2 പെരുന്നാൾക്കുമുണ്ട്. അതുപോലെ തന്നെ പിന്നെ മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ അറഫാ ദിവസത്തിന്റെ സുബ്ഹ് മുതൽ, അതായത് അത് ബലി പെരുന്നാൾക്ക് മാത്രമേ ഉള്ളൂ. അറഫാ ദിവസത്തിന്റെ സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിന്റെ, അതായത് ദുൽഹിജ്ജ 13 അസർ വരെ നമ്മൾ ചൊല്ലുന്ന ആ തക്ബീർ എല്ലാ നിസ്കാരങ്ങൾക്കുടനെ, ആ സമയങ്ങളിലുള്ള എല്ലാ നിസ്കാരങ്ങൾക്കുടനെ ചൊല്ലേണ്ട തക്ബീർ, അതാണ് മുഖയ്യദായ തക്ബീർ. ഇത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പ്രധാനമായി ഓർമ്മിപ്പിക്കുകയാണ്. ഹനഫി മദ്ഹബിൽ എന്താണ്, ആ നിസ്കാര ശേഷമുള്ള നിസ്കാരത്തിനുടനെയുള്ള ആ തക്ബീർ വാജിബാണ്. നമ്മുടെ മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ അത് സുന്നത്താണ്, നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ അത് പ്രധാനമായിട്ടും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും ചെറിയ വ്യത്യാസമുണ്ട്. അതായത് പള്ളിയിൽ പോകുമ്പോൾ, നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളാകുമ്പോൾ, അതായത് ചെറിയ പെരുന്നാൾക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളിയിൽ പോകണം. കാരണം അത്രയും ദിവസം 30 ദിവസം നമ്മൾ നോമ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമാകാൻ വേണ്ടി രാവിലെ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുക. ഈദുൽ ഫിത്റിന്, ചെറിയ പെരുന്നാൾക്ക്. ഇത് ബലി പെരുന്നാൾക്കാകുമ്പോഴോ, ബലി പെരുന്നാൾക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാതെ പള്ളിയിൽ പോവുക. നേരത്തെ എന്ത് ചെയ്യണം, നിസ്കാരമാക്കൽ വലിയ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബലി പെരുന്നാൾക്ക് നാളെ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്തായിട്ടുള്ള കാര്യം. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യത്യസ്ത വഴിയിലൂടെ എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് പോകുക. പള്ളിയിൽ പോകുമ്പോൾ വ്യത്യസ്ത വഴി തിരഞ്ഞെടുക്കുക. പോകുമ്പോൾ എന്ത് ചെയ്യുക, നടന്നു പോവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. നടന്നു പോകണം. വണ്ടിയൊക്കെ ഉണ്ടാകും, എന്നാലും നടക്കാൻ കഴിയുന്നവർ പരമാവധി എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് നടന്നു പോവുക. ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ എന്ത് ചെയ്യുക, നടന്ന് പള്ളിയിൽ പോവുക. പോയ വഴിയിലൂടെ തിരിച്ച് വേറൊരു വഴിയിലൂടെ വരിക. കാരണം ആ പോകുന്ന വഴിയിലൊക്കെ അള്ളാഹുവിന്റെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യമുണ്ട്. അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. മുഅ്മിനീങ്ങളായ ആളുകളെ കാണാം, അവരോട് സലാം പറയാം. അതുപോലെ തന്നെ ആ ചവിട്ടടികൾക്കൊക്കെ പ്രതിഫലമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രതിഫലം അതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വഴിയിലൂടെ പള്ളിയിലേക്ക് പോവുക. പിന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. പെരുന്നാൾ ദിവസം ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കുക. നമ്മുടെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യുക, സന്തോഷത്തിന് വേണ്ടി ചെറിയ ഹദിയകൾ നൽകുക. അത് വലിയൊരു പ്രതിഫലാർഹമായ കാര്യം. അവരെ സന്തോഷിപ്പിക്കുക. അത് പ്രത്യേകം എന്ത് ചെയ്യണം, എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം. പിന്നെ ബലി പെരുന്നാൾ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. അതിൽ എല്ലാവരും പങ്കാളികളാവുക. അതിൽ അറിവിനൊക്കെ നിയ്യത്ത് വെച്ചവർ, കരുതിയവരൊക്കെ എന്ത് ചെയ്യുക, ആ സ്ഥലത്ത് ആ അറിവ് നടക്കുന്ന ആ സ്ഥലത്ത് സാന്നിധ്യം ഉണ്ടായിരിക്കുക, അവിടെ ഹുദൂറായിരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇത്തരം പെരുന്നാളിന്റെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.